ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വോട്ട് തിരിമറി ആരോപണം തള്ളി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കമ്മീഷൻ ഒരിക്കലും പിന്മാറില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. രാജ്യത്തെ പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമർപ്പിച്ച് വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം പര്യാപ്ത ഇന്ത്യ സൃഷ്ടിക്കുന്നതിൽ IITകൾ പ്രധാന പങ്ക് വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ജമ്മുകാശ്മീരിൽ കത്വയിലെ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ഡയമണ്ട് ഹാർബർ FC സെമി ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമർപ്പിച്ച് വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാതാ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച ഭരണമാണ് പരിഷ്കരണങ്ങളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുക എന്ന നയമാണ് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതിന്റെയും അടിസ്ഥാനം. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് ഇരട്ടി ആനുകൂല്യങ്ങൾ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. GST में नेक्स्ट जनरेशन रिफॉर्म होने जा रहा है. इस दिवाली GST रिफॉर्म से डबल बोनस देशवासियों को मिलने वाला है. हमने इसका पूरा प्रारूप राज्यों को भेज दिया है. मैं आशा करता हूं कि सभी राज्य भारत सरकार के इस इनिशिएटिव को सहयोग करेंगे, जल्द से जल्द इस प्रक्रिया को पूरा करेंगे ताकि ये दिवाली और ज्यादा शानदार बन सके. हमारा प्रयास GST को और आसान बनाने और टैक्स दरों को रिवाइज करने का है. വോട്ട് തിരിമറി ആരോപണം തള്ളി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കമ്മീഷൻ ഒരിക്കലും പിന്മാറില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രീയ വിവേചനമില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. वोट चोरी जैसे गलत शब्दों का इस्तेमाल करके जनता को गुमराह करने का असफल प्रयास किया जाए तो यह भारत के संविधान का अपमान नहीं तो और क्या है. जहां तक कि मशीन रीडेबल मतदाता सूची का सवाल है, माननीय सुप्रीम कोर्ट 2019 में ही कह चुका है कि यह मतदाता की निजता का हनन हो सकता है. वोटर प्राइवेसी कैन बी ब्रीच्ड. हमने कुछ दिन पहले देखा कि कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया. ഇരട്ട വോട്ട് നടന്നതായി ചിലർ ആരോപിക്കുന്നുണ്ടെങ്കിലും തെളിവ് ചോദിച്ചാൽ ഉത്തരമില്ലെന്നും ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ വോട്ടർമാരെ ഒഴിവാക്കാനും ഉൾപ്പെടുത്താനും ശ്രമം നടക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ടർ റൈറ്റ്സ് റാലിക്ക് മുന്നോടിയായി ബീഹാറിലെ സസറാമിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ദരിദ്രരുടെയും ദുർബലരുടെയും സമ്മതിദാനാവകാശം ദുർവിനിയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. സ്വയം പര്യാപ്ത ഇന്ത്യയുടെ അടിത്തറ സൃഷ്ടിക്കുന്നതിൽ IITകൾ പ്രധാന പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാജ്യത്ത് സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയുടെ ശക്തമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് ഇത്തരം സ്ഥാപനങ്ങൾ വഴിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് IIT ഡൽഹിയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. സാങ്കേതിക, സാമ്പത്തിക രംഗങ്ങളിൽ രാജ്യത്തിന്റെ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ യുവാക്കളുടെ കഴിവ് സഹായിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ നേപ്പാൾ സന്ദർശനം തുടരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് കാഠ്മണ്ഡുവിലെത്തിയ അദ്ദേഹം നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ, പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, വിദേശകാര്യ സെക്രട്ടറി അമൃത് ബഹാദൂർ റായ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കണക്ടിവിറ്റി, വികസന സഹകരണം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ISRO ചെയർമാൻ V നാരായണൻ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. നാസയുടെ ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായിരുന്ന ശുഭാംശു കഴിഞ്ഞ മാസം 15-നാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത്. ദൌത്യത്തിനുശേഷം അമേരിക്കയിൽ തുടരുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിലെ കത്വയിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും വെള്ളപ്പൊക്കത്തിലും 7 പേർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. ജോധ്ഘട്ടിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 5 പേരും ജംഗ്ലോട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 2 പേരുമാണ് മരിച്ചത്. രക്ഷാപ്രവർത്തനം തുടരുന്നു.
BJP പാർലമെന്ററി ബോർഡ് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രധാനമന്ത്രിയും പാർട്ടി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തതായാണ് സൂചന. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ വ്യാഴാഴ്ച വരെ സമർപ്പിക്കാം. അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും 10 സംസ്ഥാനങ്ങളും സംയുക്തമായി കഴിഞ്ഞ മാസം 100%-ലധികം പരാതികൾ തീർപ്പാക്കിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം. കേരളം 122% കേസുകൾ തീർപ്പാക്കി. തമിഴ്നാട്ടിൽ 277%, രാജസ്ഥാനിൽ 214%-മാണ് പരാതി തീർപ്പാക്കൽ നിരക്ക്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് ജാഗ്രത നാളെയും തുടരും. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഡയമണ്ട് ഹാർബർ FC സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ജംഷഡ്പൂർ FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡയമണ്ട് ഹാർബർ സെമി ഫൈനലിൽ എത്തിയത്. മറ്റൊരു ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടുന്നു. കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേരള സർക്കാർ നടത്തിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ നടന്ന സംസ്ഥാനതല കർഷക ദിനാഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പ്രദേശത്തെ ജലസ്രോതസ്സുകളിൽ നിന്നും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഓണപരീക്ഷ നാളെ ആരംഭിക്കും. UP, ഹൈസ്കൂൾ, +2 വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ നാളെ ആരംഭിക്കുന്നത്. LP വിഭാഗത്തിന് ബുധനാഴ്ച മുതലാണ് പരീക്ഷ. ഓണപരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർച്ച തടയാൻ വിദ്യാഭ്യാസ വകുപ്പ് മാർഗരേഖ പുറത്തിറക്കി. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യക്കടലാസ് അടങ്ങുന്ന പാക്കറ്റുകൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. സന്നിധാനത്തെ കീഴ്ശാന്തി, പമ്പയിലെ മേൽശാന്തിമാർ എന്നിവരെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ജലനിരപ്പ് ഉയർന്നതിനാൽ പമ്പ സ്നാനത്തിന് വിലക്കുണ്ട്. സപ്ലൈകോ ശബരി ബ്രാൻഡിൽ 5 പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കും. മറ്റന്നാൾ രാവിലെ എറണാകുളം ബോൾഗാട്ടി പാലസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യും. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് മുൻഗണന നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കിഷ്ത്വാറിലെ ചിസോട്ടി ഗ്രാമം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ ഇതുവരെ 60-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായി. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിൽ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടം. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിലെ മാണ്ഡി കുളു റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ നാവികസേനയുടെ INS തമാൽ മടക്കയാത്രയ്ക്കിടെ ഇറ്റലിയിലെ നേപ്പിൾസ് തുറമുഖം സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധം വ്യക്തമാക്കുന്നതായിരുന്നു സന്ദർശനമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുമായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നാളെ വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. എയർ കാനഡ വിമാന സമരത്തിൽ ഇടപെട്ട് കനേഡിയൻ ഭരണകൂടം. ഇതുവരെ 100 കണക്കിന് വിമാന സർവീസുകളാണ് സമരം കാരണം തടസ്സപ്പെട്ടത്. രാജ്യത്തെ സാമ്പത്തിക രംഗത്തിനും പൌരന്മാർക്കും സമരമുണ്ടാക്കാനിടയുള്ള ആഘാതം വളരെ വലുതാണെന്ന് കനേഡിയൻ തൊഴിൽ മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ട് തിരിമറി ആരോപണം തള്ളി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് കമ്മീഷൻ ഒരിക്കലും പിന്മാറില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. രാജ്യത്തെ പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ വിശ്വാസമർപ്പിച്ച് വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വയം പര്യാപ്ത ഇന്ത്യ സൃഷ്ടിക്കുന്നതിൽ IITകൾ പ്രധാന പങ്ക് വഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ജമ്മു കാശ്മീരിൽ കത്വയിലെ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.
ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഡയമണ്ട് ഹാർബർ FC സെമി ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.